ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. 2024-25 സാമ്പത്തിക വർഷത്തെ ഇടക്കാല കേന്ദ്ര ബജറ്റിന് പാർലമെന്റ് അംഗീകാരം നൽകി. സ്പെക്ട്രം ലേലത്തിനുള്ള ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പിന്റെ ശുപാർശയ്ക്ക് കേന്ദ്ര ക്യാബിനറ്റ് അംഗീകാരം. റെയിൽവേ മന്ത്രാലയത്തിന്റെ 6 പദ്ധതികൾക്കും അനുമതി. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ 2ാം ഘട്ടത്തിന് തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് തുടക്കമാകും. കേരള ശാസ്ത്ര കോൺഗ്രസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കാസർഗോഡ് ഉദ്ഘാടനം ചെയ്യും. പാകിസ്ഥാൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെണ്ണൽ അവസാന ഘട്ടത്തിലേക്ക്. സാഫ് അണ്ടർ-19 വനിതാ ഫുട്ബോൾ കിരീടം ഇന്ത്യയ്ക്ക്. അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ-ഓസ്ട്രേലിയ പോരാട്ടം ഞായറാഴ്ച. വാർത്തകൾ വിശദമായി. 2024-25 സാമ്പത്തിക വർഷത്തെ ഇടക്കാല കേന്ദ്ര ബജറ്റിന് പാർലമെന്റ് അംഗീകാരം നൽകി. ചില്ലറ പണപ്പെരുപ്പം 2022 ഏപ്രിൽ മുതൽ ഡിസംബർ വരെ ശരാശരി 6.8% നിന്ന് കുറഞ്ഞതായി രാജ്യസഭയിൽ ഇടക്കാല ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് മറുപടിയായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. ഭക്ഷ്യലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് അരി, ആട്ട, പയർ വർഗ്ഗങ്ങൾ തുടങ്ങിയവ ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ നിർണായക നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതായി കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി. രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ചു. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി ദുർബലമായിരുന്നുവെന്നും കെടുകാര്യസ്ഥതയും അഴിമതിയും പ്രകടമായിരുന്നതായും ധവളപത്രത്തിൽ പറയുന്നു. വിശദാംശങ്ങളിലേക്ക്. കൃത്യമായ നയങ്ങളിലൂടെയും തീരുമാനങ്ങളിലൂടെയും എൻഡിഎ സർക്കാർ സാമ്പത്തിക പ്രതിസന്ധികളെ മറികടന്നതായി 59 പേജുള്ള ധവളപത്രത്തിൽ കേന്ദ്രം വ്യക്തമാക്കി. രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി വീണ്ടെടുക്കലിന്റെ പാതയിലാണെന്നും കഴിഞ്ഞ 10 വർഷത്തിൽ സ്ഥിതിയേറെ മെച്ചപ്പെട്ടെന്നും ധവളപത്രത്തിൽ വ്യക്തമാക്കുന്നു. നിലവിൽ രാജ്യം 5ാമത്തെ സാമ്പത്തിക ശക്തിയാണെന്നും ആഗോള വളർച്ചയിൽ സംഭാവന നൽകുന്ന 3ാമത്തെ രാജ്യം ആണ് ഇന്ത്യയെന്നും ധവളപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. UPA സർക്കാരിന്റെ സമയത്തെ ഇരട്ട സംഖ്യ പണപ്പെരുപ്പത്തിൽ നിന്നും മാറി നിലവിൽ പണപ്പെരുപ്പം 5% നിലനിർത്താനായി. രാജ്യത്ത് വിദേശ നിക്ഷേപം 62,000 കോടിയായി ഉയർന്നു. നിക്ഷേപം, വളർച്ച, തൊഴിൽ, സംരംഭകത്വം എന്നിവയിലൂടെ രാജ്യം കൂടുതൽ അഭിവൃദ്ധിപ്പെടുകയാണെന്നും ധവളപത്രത്തിൽ പറയുന്നു. അതേസമയം സർക്കാരിനെതിരായ ബ്ലാക്ക് പേപ്പർ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള പ്രധാന പ്രശ്നങ്ങളെക്കുറിച്ച് സർക്കാർ സംസാരിക്കുന്നില്ലെന്നും BJP ഇതര സംസ്ഥാനങ്ങളായ കേരള, കർണാടക, തെലങ്കാന എന്നിവയോട് വേർതിരിവ് കാണിക്കുന്നതായും അദ്ദേഹം കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യസഭാ അംഗത്വ കാലാവധി പൂർത്തിയാക്കുന്ന എംപിമാരുടെ അനുഭവ സമ്പത്ത് വരും കാലങ്ങളിലും രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കരുത്തേകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യസഭയിൽ കാലാവധി പൂർത്തിയാക്കുന്ന എംപിമാർക്ക് യാത്രയയപ്പ് നൽകുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യസഭാ അംഗത്വം പൂർത്തിയാക്കുന്ന മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സംഭാവനകളെ പ്രധാനമന്ത്രി പ്രകീർത്തിച്ചു. കേന്ദ്രമന്ത്രിമാരായ ധർമ്മേന്ദ്ര പ്രധാൻ, അശ്വനി വൈഷ്ണവ്, വി മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ, എൽ മുരുകൻ തുടങ്ങിയവർ രാജ്യസഭാ അംഗത്വം പൂർത്തിയാക്കുന്നവരിൽ ഉൾപ്പെടുന്നു. രാജ്യസഭയിൽ നിന്ന് വിരമിക്കുന്ന എംപിമാർക്ക് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ന്യൂഡൽഹിയിലെ തന്റെ വസതിയിൽ അത്താഴ വിരുന്ന് നൽകി. യാത്രയയപ്പ് ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കെടുത്തു. സ്പെക്ട്രം ലേലം നടത്താനുള്ള ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പിന്റെ ശുപാർശയ്ക്ക് കേന്ദ്ര ക്യാബിനറ്റ് അംഗീകാരം നൽകി. ലേലം ഈ സാമ്പത്തിക വർഷം തന്നെ നടക്കും. 96,317.65 കോടി രൂപയുടെ മുഖവിലയുള്ള സ്പെക്ട്രം 20 വർഷത്തേക്കാണ് അനുവദിക്കുക. അധിക സ്പെക്ട്രത്തിലൂടെ ടെലികമ്മ്യൂണിക്കേഷൻസ് ഗുണനിലവാരം മെച്ചപ്പെടുമെന്നും 800 മെഗാഹെർട്സ്, 900 മെഗാഹെർട്സ്, 1800 മെഗാഹെർട്സ്, 2100 മെഗാഹെർട്സ് തുടങ്ങിയ ബാൻഡുകളിലെ ലേലമാണ് നടക്കുന്നതെന്നും കേന്ദ്ര സർക്കാർ പ്രസ്താവനയിൽ വ്യക്തമാക്കി. റെയിൽവേ മന്ത്രാലയത്തിന്റെ 6 പദ്ധതികൾക്ക് കേന്ദ്ര സാമ്പത്തിക കാര്യ ക്യാബിനറ്റ് കമ്മിറ്റി അംഗീകാരം നൽകി. 12,343 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന 6 പദ്ധതികൾക്കാണ് അംഗീകാരം ലഭിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ യോഗത്തിലാണ് തീരുമാനം. 100% കേന്ദ്ര ധനസഹായം നൽകുന്ന പദ്ധതികളാണിവ. രാജസ്ഥാൻ, അസം, തെലങ്കാന, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, നാഗാലാന്റ് എന്നിവ ഉൾപ്പെടെ 6 സംസ്ഥാനങ്ങളിലെ 18 ജില്ലകളിലാണ് പദ്ധതികൾ നടപ്പാക്കുക. ഇത് ഇന്ത്യൻ റെയിൽവേയുടെ നിലവിലുള്ള ശൃംഖല 1020 കിലോമീറ്റർ വർദ്ധിപ്പിക്കുകയും 3 കോടി തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. മത്സ്യബന്ധന മേഖലയിലെ അടിസ്ഥാന സൌകര്യ വികസന നിധി 3 വർഷത്തേക്ക് കൂടി നീട്ടുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭായോഗം അനുമതി നൽകി. മത്സ്യബന്ധന മേഖലയുടെ അടിസ്ഥാന സൌകര്യ വികസന ആവശ്യകത നിറവേറ്റുന്നതിനായി കേന്ദ്ര സർക്കാർ 2018-19 7,522.48 കോടി രൂപയുടെ മത്സ്യബന്ധന ജലകൃഷി അടിസ്ഥാന സൌകര്യ വികസന നിധിക്ക് രൂപം നൽകിയത്.
ഇത് മത്സ്യബന്ധനത്തിനും ജലകൃഷിക്കുമായി ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് പിന്തുണ നൽകുന്നതിനോടൊപ്പം പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന, കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്നിവയുടെ നേട്ടങ്ങളെ സംയോജിപ്പിക്കുകയും ഏകീകരിക്കുകയും ചെയ്യും. ജൽജീവൻ മിഷനിലൂടെ 11 കോടി ഗ്രാമീണ ഭവനങ്ങളിൽ ശുദ്ധജലം എത്തിക്കാനായതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. ലോക്സഭയിൽ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. 7ാമത് ഇന്ത്യൻ മഹാസമുദ്ര ഉച്ചകോടിക്ക് ഓസ്ട്രേലിയയിലെ പെർത്തിൽ ഇന്ന് തുടക്കമാകും. ഉദ്ഘാടന സമ്മേളനത്തിന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ശ്രീലങ്കൻ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെ, ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, സിംഗപ്പൂർ വിദേശകാര്യമന്ത്രി വിവിയൻ ബാലകൃഷ്ണൻ എന്നിവർ സംയുക്തമായി തുടക്കം കുറിക്കും. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ രാജ്യങ്ങളുടെ ഫോറമാണ് ഉച്ചകോടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ 2ാം ഘട്ടത്തിന് തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് തുടക്കമാകും. ആകെ 24 സ്ഥലങ്ങളിൽ നടക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ 2ാം ഘട്ട പര്യടനം ഈ മാസം 23 വരെ തുടരും. കേരള ശാസ്ത്ര കോൺഗ്രസ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാസർഗോഡ് ഉദ്ഘാടനം ചെയ്യും. ICCS തയ്യാറാക്കിയ ക്ലൈമറ്റ് സ്റ്റേറ്റ്മെന്റ് 2023 മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യും. നൊബേൽ സമ്മാന ജേതാവ് മോർട്ടൻ പി മെൽഡൻ വിദ്യാർത്ഥികളുമായി സംവദിക്കും. ഓപ്പറേഷൻ ഫോസ്കോസിന്റെ ഭാഗമായി രജിസ്ട്രേഷനോ ലൈസൻസോ ഇല്ലാത്ത സ്ഥാപനങ്ങൾ കണ്ടെത്താനായി സംസ്ഥാന വ്യാപകമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തി. 13,100 സ്ഥാപനങ്ങൾ പരിശോധിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. 103 സ്ക്വാഡുകൾ 4 ദിവസങ്ങളിലായാണ് പരിശോധനകൾ നടത്തിയത്. 1663 സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവയ്പ്പിച്ചു. ആന്ധ്രാപ്രദേശിലെയും ഒഡീഷയിലെയും പട്ടികജാതി പട്ടികവർഗ ലിസ്റ്റുകൾ പരിഷ്കരിക്കുന്നതിനുള്ള 2 ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ പാർലമെന്റ് പാസാക്കി. ഇതോടെ പൌരി ഭുയാൻ, ചുക്തിയ ഭുജിയ, ബോണ്ടോ മാൻകിഡിയ എന്നീ 4 സമുദായങ്ങൾ കൂടി പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെട്ടു. രാജ്യത്തെ ആദിവാസി സമൂഹങ്ങളുടെ ക്ഷേമത്തിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് മറുപടിയായി കേന്ദ്ര സഹമന്ത്രി ഭാരതി പ്രവീൺ പവാർ പറഞ്ഞു. പാകിസ്ഥാൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെണ്ണൽ അവസാന ഘട്ടത്തിലേക്ക്. ഇന്ന് ഫലപ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷ. 266 സീറ്റുകളിലായി നടന്ന തെരഞ്ഞെടുപ്പിൽ 18,000-ഓളം സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. 70 സീറ്റുകൾ അധികമായി സ്ത്രീകൾക്കും ന്യൂനപക്ഷത്തിനുമായി മാറ്റിവച്ചിരുന്നു. വിജയകരമായ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിന് ഇടക്കാല പ്രധാനമന്ത്രി അൻവാർ ഉൽ ഹഖ് കാക്കർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. യുക്രൈനിയൻ സായുധ സേന കമാൻഡർ ഇൻ ചീഫ് വലേരി സലുഷ്നിയെ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി പുറത്താക്കി. ജനറൽ ഒലക്സാണ്ടർ സിർക്സിയെ പകരക്കാരനായി പ്രഖ്യാപിച്ചു. സംഘർഷം ആരംഭിച്ചതു മുതൽ യുക്രൈനിന്റെ നീക്കങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ജനറൽ സലുഷ്നി. സാഫ് അണ്ടർ-19 വനിതാ ഫുട്ബോൾ കിരീടം ഇന്ത്യയ്ക്ക്. ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻ ബംഗ്ലാദേശിനെ തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ കിരീട നേട്ടം. മത്സരത്തിലുടനീളം സമനില തുടർന്നതോടെ ടോസ് നടത്തിയാണ് വിജയിയെ തീരുമാനിച്ചത്. ഇന്ത്യയ്ക്ക് വേണ്ടി സിബാനി ദേവിയും ബംഗ്ലാദേശിനായി സാഗരികയും ഓരോ ഗോൾ വീതം നേടി. അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പ് സെമിയിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഓസ്ട്രേലിയയ്ക്ക് 1 വിക്കറ്റ് ജയം. ഇതോടെ ഫൈനലിൽ ഇന്ത്യ-ഓസ്ട്രേലിയ പോരാട്ടം നടക്കും. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30 ഫൈനൽ. ഡൽഹിയിൽ നടക്കുന്ന ബിംസ്റ്റെക് അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ആദ്യ ദിനം 7 സ്വർണവും 9 വെള്ളിയും 2 വെങ്കലവും അടക്കം 18 മെഡലുകളുമായി ഇന്ത്യ 1ാം സ്ഥാനത്ത് തുടരുന്നു. 14 മെഡലുകളുമായി തായ്ലൻഡ് 2ാം സ്ഥാനത്തും 4 മെഡലുമായി ശ്രീലങ്ക 3ാം സ്ഥാനത്തുമാണ്. ISL ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ ഗോവ പോരാട്ടം. ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് 2024 ലോഗോ, ഗാനം, ഭാഗ്യചിഹ്നം, ജേഴ്സി എന്നിവ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഗുവാഹത്തിയിൽ പുറത്തിറക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. 2024-25 സാമ്പത്തിക വർഷത്തെ ഇടക്കാല കേന്ദ്ര ബജറ്റിന് പാർലമെന്റ് അംഗീകാരം നൽകി. സ്പെക്ട്രം ലേലത്തിനുള്ള ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പിന്റെ ശുപാർശയ്ക്ക് കേന്ദ്ര ക്യാബിനറ്റ് അംഗീകാരം. റെയിൽവേ മന്ത്രാലയത്തിന്റെ 6 പദ്ധതികൾക്കും അനുമതി. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ 2ാം ഘട്ടത്തിന് തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് തുടക്കമാകും. കേരള ശാസ്ത്ര കോൺഗ്രസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കാസർഗോഡ് ഉദ്ഘാടനം ചെയ്യും. പാകിസ്ഥാൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെണ്ണൽ അവസാന ഘട്ടത്തിലേക്ക്. സാഫ് അണ്ടർ-19 വനിതാ ഫുട്ബോൾ കിരീടം ഇന്ത്യയ്ക്ക്. അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ-ഓസ്ട്രേലിയ പോരാട്ടം ഞായറാഴ്ച. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.